എന്ത് പറ്റിയോ? ഒന്നുമില്ല. വാ ഇവിടെ ഇരിക്കേ. നോക്കട്ടെ, ഈ കൈയാണോ വേദനിക്കുന്നേ? ഞാൻ പറഞ്ഞില്ല അങ്ങനെ വേദനയൊന്നുമില്ല. ഒട്ടും വിശ്രമമില്ല. മ്യൂസിക് ട്യൂഷൻ, ആറ്റുവശ്ശേരി സദ്യ, അതിന്റെ തയ്യാറെടുപ്പുകൾ, പിന്നെ അത് വണ്ടി ഓടിച്ച് കൊണ്ടുപോയി കൊടുക്കാനുള്ള കാര്യങ്ങൾ. ശരിക്കും ക്ഷീണിച്ചു അല്ലേ? ഒന്നും സാരമില്ല. ഒരുപാട് പേരില്ലേ പണിയെടുക്കുന്ന. എന്നെക്കാളും കഷ്ടപ്പെട്ട് ജോലിയെടുക്കുന്ന സ്ത്രീകൾ എത്രയോ പേരുണ്ട്. ശീലമായി വരുമ്പോ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആ കഷ്ടപ്പാട് പറയാതിരിക്കാൻ ശീലിച്ചാൽ അത്രയും നല്ലത്. അതെന്റെ കുട്ടിക്ക് നന്നായിട്ട് അറിയാമല്ലോ. മതി മതി, ഇനിയിപ്പൊ വരുണ്ട കൈ വേദനിക്കാൻ വേണ്ടി തുടങ്ങും. ഓ, വേദനിച്ചാ ഞാനങ്ങ് സഹിച്ചു. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. പറ. ആറ്റാശ്ശേരിയുടെ അടുത്തോടെ വഴിതെറ്റി വന്ന രാജകുമാരനാണ്. എന്നിട്ടിപ്പോ രാജകുമാരന് രാജ്യവും കിരീടവും ചെങ്കോലും ഒക്കെ നഷ്ടപ്പെടാൻ ആറ്റാശ്ശേരി കാരണക്കാരായി. അതെങ്ങനെ? സഹവാസം. എന്റെ കൂടെ കൂടിയിട്ട് വല്ല രക്ഷയുണ്ടോ? രക്ഷയൊക്കെ ഉണ്ട്. എന്തായാലും നല്ല ഭക്ഷണം കഴിച്ച് കിടക്കുന്നില്ലേ? നല്ല ആറ്റുവശ്ശേരി സദ്യം കഴിച്ച്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തിണ്ടി പോലായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞ തിരിച്ചടിക്കാൻ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഇല്ലെങ്കിൽ ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോ താൻ ജയിക്കും, എന്നിട്ട് എഴുന്നേറ്റ് പോവും. അപ്പൊ ഇനി ഞാൻ ജയിക്കയില്ല? നോക്കാം. എന്റെ പാവം പെണ്ണ്. എന്താ? ഒന്നുമില്ല, പാവാണെന്ന് പറഞ്ഞതാ. ഇക്കാര്യത്തിൽ ഒരു പഞ്ഞോ ഇല്ല അല്ലേ? എന്താ വേണ്ടേ? അയ്യോ വേണം. ഇടയ്ക്കൊരു സന്തോഷമൊക്കെ വേണ്ടേ?